ചങ്ങായിമാരെ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേർക്കില്ലെങ്കിലും കുറച്ച് പേർക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വണ്ടിയിൽ ഏത് പെട്രോൾ അടിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടിയിൽ ഏത് പെട്രോൾ അടിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നല്ല വെതറാണ്, ഒരു മഴക്കുള്ളെല്ലാം സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ വൈകിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്: നമ്മുടെ വണ്ടിക്ക് ഏത് പെട്രോളാണ് അടിക്കേണ്ടത് എന്നുള്ളത്. ചോദ്യം പോലെ തന്നെ ആൻസറും സിമ്പിളാണ്. കാരണം നമ്മുടെ മാനുഫാക്ചർ ഓൾറെഡി നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഏത് പെട്രോളാണ് അടിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഓണേഴ്സ് മാനുവലിനകത്ത് പോയി കഴിഞ്ഞാൽ RON, അതായത് റിസർച്ച് ഒക്ടെയിൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കാണാൻ പറ്റും. കാരണം അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ. ഈ കാണുന്നത്, ഈ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ വണ്ടിയുടെ മാനുഫാക്ചർ, അത് ഓണേഴ്സ് മാനുവലിൽ കൊടുത്തിട്ടുള്ള RON നമ്പർ, അതായത് 91 ഓർ ഹയർ. അത് എൻ്റെ വണ്ടിക്ക്, അത് ഹോണ്ട CB350ക്ക് 91 ഓർ ഹയർ ആയിട്ടുള്ള ഒക്ടെയിൻ റേറ്റിംഗുള്ള പെട്രോൾ അടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചോദ്യം, ഈ ഒക്ടെയിൻ റേറ്റിംഗ് എങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്നാൽ മനസ്സിലാക്കുന്നുള്ളതാണ്. അതും വളരെ സിമ്പിളാണ്. കാരണം നമ്മുടെ നോർമൽ പെട്രോൾ, എല്ലാ പമ്പുകളിലെയും നോർമൽ പെട്രോളിൻ്റെ ഒക്ടെയിൻ റേറ്റിംഗ് എന്ന് പറഞ്ഞത് 91 ആണ്. സാധാരണ പെട്രോൾ 91 ആണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി 91 ഓർ ഹയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ ഏത് പമ്പിൽ ചെന്നാലും സാധാരണ പെട്രോൾ അടിക്കാൻ പറ്റും. ഇനി ഇത് സാധാരണ വണ്ടികളുടെ കാര്യമാണ്. ഇനി കുറച്ചും കൂടി പ്രീമിയം വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒക്ടെയിൻ റേറ്റിംഗ് 95 ആയിരിക്കും. സ്പോർട്സ് ബൈക്കിലൊക്കെ കുറച്ച് റേവൊക്കെ കൂടിയ വണ്ടികളിലാണെന്നുണ്ടെങ്കിൽ 100 വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാനുഫാക്ചർ എന്താണോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അത് ആ വണ്ടിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ഓണേഴ്സ് മാനുവലിൽ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പെട്രോൾ അടിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അത് RON എത്രയാണോ അതിനുള്ള പെട്രോൾ അടിക്കാം. ഇനി ഈ RON, അതായത് ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഉദാഹരണത്തിന് 95 ആണെന്നുണ്ടെങ്കിൽ 95ൻ്റെ മുകളിലേക്കുള്ള RONലുള്ള പെട്രോൾ അടിച്ചാൽ എന്ത് സംഭവിക്കും, അതുപോലെ കുറവുള്ളത് അടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കുറവ് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല 8ൻ്റെ പണി കിട്ടും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ സിസ്റ്റം കംപ്ലൈൻ്റ് ആവും, അതിനകത്ത് ഡെപ്പോസിറ്റ്സ് കൂടും, എൻജിൻ പെർഫോമൻസിനെ ബാധിക്കും, വണ്ടിയുടെ നോക്കിങ് കൂടും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ വണ്ടിക്ക് നല്ല 8ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 10 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളുടെ വണ്ടി മാനുഫാക്ചർ 95 പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ 91 ഒരിക്കലും അടിക്കരുത്. ഇനി കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം കൂടുതൽ അടിക്കുന്നതെന്ന് വെച്ചാൽ പ്രീമിയം പെട്രോൾ ആയിരിക്കും. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ വണ്ടി 91 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 95 അടിക്കാം, 99 അടിക്കാം, 100 അടിക്കാം. 95 ഉള്ള വണ്ടിയിൽ നിങ്ങൾക്ക് 99 അടിക്കാം, 100 അടിക്കാം. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ എൻജിൻ പെർഫോമൻസ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ പെട്രോൾ പമ്പിൽ നമ്മളെ ഡിസ്പ്ലേയിൽ നിങ്ങളൊരു സൈഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്തൊരു 700-800 റേഞ്ചിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് പെട്രോളിൻ്റെ ഡെൻസിറ്റി, അതായത് പെട്രോൾ ഡെൻസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 720 to 775 ആണ്. അതായത് 720-775 റേഞ്ചിനാണ് പെട്രോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി കൂടുന്നതോളം പെട്രോളിൻ്റെ ക്വാളിറ്റി കൂടുമെന്നൊക്കെയാണ് പറയുന്നുള്ളത്. പക്ഷേ ഇതിനൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അതായത് പെട്രോളിനൊരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 730 to 750. അപ്പോൾ നിങ്ങൾ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഡെൻസിറ്റി ഡിസ്പ്ലേയിലൊക്കെ നോക്കുക. ഒരു 730, 750, 760 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുന്ന് പെട്രോൾ അടിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം ഡിറ്റർജൻറ്റ്സ് അല്ലെങ്കിൽ അഡിക്റ്റീവ്സ്. നമ്മുടെ പെട്രോളിൽ അതായത് ഡിറ്റർജൻസും അഡിക്റ്റീവ്സും ഒക്കെ ഉണ്ട്. അതായത് പെട്രോളിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ, അതായത് ഫ്യൂൽ സിസ്റ്റം ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പെട്രോൾ കമ്പനികൾ അവരുടെ പ്രോഡക്ട്സിൽ ഡിറ്റർജൻസും അഡിക്റ്റീവ്സും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ പെട്രോളിൽ ഈ ഡിറ്റർജൻസിൻ്റെ അഡിക്റ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് വളരെ 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 കുറവാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടണം, ലോങ് റണ്ണിൽ നിങ്ങളുടെ ഫ്യൂൽ സിസ്റ്റം, എൻജിൻ പെർഫോമൻസ് ഒക്കെ ക്ലീൻ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഒരു 6 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രീമിയം പെട്രോളിലേക്ക് പോകുന്നതാണ്. അതായത് XP95, XP100 അല്ലാന്നുണ്ടെങ്കിൽ പവർ 95, പവർ 99 പോലത്തെ പെട്രോളിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകണം. കാരണം അതിനകത്ത് അഡിക്റ്റീവ്സ് കൂടുതലായിരിക്കും. ഇനി ഈ പവർ 95, പവർ 99, അതേപോലെ XP100 ഈ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് RON ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിലെ RON നോക്കിയിട്ട് ഈ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് RON ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറ്റർജൻസ് അല്ലെങ്കിൽ അഡിക്റ്റീവ്സ് ഉള്ള പെട്രോൾ നിങ്ങൾ
വണ്ടിക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം ലോങ് റണ്ണിൽ ബേസിക്കലി അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂൽ സിസ്റ്റത്തിനെ ക്ലീൻ ആയിട്ട് വെക്കും. നമ്മൾ ഒരുപാട് കാലം നമ്മൾ ഫ്യൂൽ സിസ്റ്റം ഇങ്ങനെ ബേൺ ചെയ്ത് ഓടുന്ന സമയത്ത് അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് അങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ബേസിക്കലി ഈ പെട്രോളിൽ ഈ പ്രീമിയം പെട്രോളിൽ അടങ്ങിയിട്ടുള്ള ഡിറ്റർജൻസ് അഡിക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഡെപ്പോസിറ്റിനെ ക്ലിയർ ചെയ്ത് വിടും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം പെട്രോളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെറിയൊരു നമ്മുടെ വണ്ടിയുടെ ഒരു നോയ്സിലൊക്കെ ചെറിയൊരു മാറ്റം വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലോങ് റണ്ണിൽ നല്ലതാണ്. നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂൽ സിസ്റ്റം ക്ലീൻ ആയിട്ട് വെക്കും. അത് നമ്മുടെ എൻജിൻ പെർഫോമൻസിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ഇനി നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഡൾട്രേഷനാണ്. അതായത് നമുക്കറിയാം ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ന്യൂസ് റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസും ഉണ്ടാവുന്നത് ചില പമ്പുകളിൽ നന്നായിട്ട് മായം ചേർക്കുന്നുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല 8ൻ്റെ പണി പെട്ടെന്ന് തന്നെ കിട്ടും. കാരണം നമ്മൾ പെട്രോൾ അടിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങി ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഓടിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക, പെട്രോൾ ആവിയായി പോയ പോലെ തോന്നും. മൈലേജ് വളരെ ഷോർട്ടായിട്ട് തോന്നും. നമ്മുടെ വണ്ടിയുടെ ശബ്ദം മാറിയതുപോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് കാര്യങ്ങൾ, ഇത് അത്രയും നമ്മളെ കൺട്രോളിലുള്ള സംഭവമൊന്നുമല്ല. കാരണം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല പെട്രോൾ ഇതിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലെന്ന്. കാരണം നമ്മൾ വണ്ടി കൊണ്ട് ചെല്ലുന്നു, 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് പെട്രോൾ പറയുന്നു, അവന്മാർ നോസിലുള്ളിലിട്ടിട്ട് അടിക്കുന്നു. പെട്രോൾ എങ്ങനത്തെ പെട്രോളാണ് നമുക്ക് ഒരിക്കലും അറിയില്ല. പക്ഷേ ഇങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പെട്രോളിൽ നിന്ന് പമ്പിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാണ്ടേയിരിക്കുക. അതേ ഒരു വഴിയുള്ളൂ. പിന്നെ കോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓപ്പറേറ്റഡ് കമ്പനി ഓൺഡ് പെട്രോൾ പമ്പുകളുണ്ടാവും. അല്ലെങ്കിൽ ഈ HP BPCL അവർ കമ്പനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പുകളുണ്ടാവും. ആ പമ്പുകളിൽ അവരുടെ ക്വാളിറ്റി ചെക്സൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡായിരിക്കും. അവരൊക്കെ നല്ല പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നല്ല ഈ മായം ചേർക്കാത്ത പെട്രോൾ കിട്ടും. അപ്പം മാക്സിമം അങ്ങനത്തെ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മളെ വണ്ടിക്ക് നല്ലൊരു പെട്രോൾ അടിക്കാൻ പറ്റും. അത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ RON റിസർച്ച് ഒക്ടെയിൻ നമ്പർ എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള പെട്രോൾ അടിക്കുക. രണ്ടാമത്തത് നമ്മൾ ഡെൻസിറ്റി നോക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, RON ഡെൻസിറ്റിയും. പിന്നെ മൂന്നാമത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിറ്റർജൻസ് അല്ലെങ്കിൽ അഡിക്റ്റീവ്സ്. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതായത് നിങ്ങളുടെ വണ്ടിക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രീമിയം പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഞാൻ പറയാം. ഞാൻ എൻ്റെ വണ്ടിയിൽ നോർമൽ പെട്രോളായിരുന്നു ഇത്രയും കാലം അടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഞാൻ ഷെല്ലിൻ്റെ നോർമൽ പെട്രോൾ അടിച്ചു. സാധാരണ പെട്രോളിൽ നിന്ന് ഒരു 3 രൂപ എങ്ങാണ്ട് എക്സ്ട്രാ. ബാംഗ്ലൂർ 103 ആണ് നോർമൽ പെട്രോളിൻ്റെ റേറ്റ്. ഷെല്ലിന് 106 ചേഞ്ചാണ് വരുന്നത്. അതൊരു 3 രൂപ എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ എന്നിരുന്നാലും അവരുടെ പെട്രോൾ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. രണ്ടാമത് അവരുടെ ഇതിൽ ആഡ് ചെയ്യുന്ന ഡിറ്റർജൻസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രീമിയം ഡിറ്റർജൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ വണ്ടിയിൽ ഈ ഒരു 3-4 മാസം ഇത് ഉപയോഗിച്ചിട്ട് വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഷെല്ലിൻ്റെ ഒരു പ്രൊമോഷനൊന്നായിട്ടൊന്നും പറയില്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പ്രീമിയം പെട്രോൾ അടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കൂടുതലായിട്ട് പെർഫോമൻസ് കൂടിയിട്ട് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ അത്രയും നമ്മളെ ചങ്ക് പോലെ കൊണ്ടുനടക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും, ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൻ്റെ ചെറിയൊരു മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പെട്രോൾ അടിക്കുന്ന സമയത്ത് പെട്രോളിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും, പെട്രോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വണ്ടിക്ക് ഏറ്റവും നല്ല പെട്രോളായിട്ട്, അത് ഏറ്റവും നല്ല ഫ്യൂവൽ ഏത് പ്രോഡക്റ്റാണ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർഫോമൻസിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അത് എനിക്കും ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.